നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും സുഖകരമായ ജീവിതമല്ല. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും കടന്നു വരാം. ഈ സമയമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്നത് ഒരു വികാരം മാത്രമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതൊരു തീരുമാനമാണ്. കാണുന്നതിലല്ല, കേൾക്കുന്നതിലുമല്ല, ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, നാം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കേണ്ടത്. ജീവിതം വ്യക്തമല്ലാതാകുമ്പോഴും ദൈവം വിശ്വസ്തനാണെന്ന് ഉറയ്ക്കുക. അതാണ് വിശ്വാസം. ഇവിടെ ഈ വചനം ഒരു മുന്നറിയിപ്പ് തരുന്നു. പിന്നോട്ട് പോകരുത്. വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവ നമ്മെ ആത്മീയമായി ദുർബലരാക്കും. നമ്മുടെ ദൈവം വിശ്വാസത്തിൽ പ്രസാദിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കഴിവുകളിലോ നമ്മുടെ ശക്തിയിലോ അല്ല, നമ്മുടെ വിശ്വാസത്തിലാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നാം വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. നാം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ നമ്മിൽ ദൈവം പ്രസാദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം നയിപ്പാൻ പണമോ പദവിയോ അല്ല വേണ്ടത്, വിശ്വാസമാണ്. ദൈവം അത്തരക്കാരെ നോക്കി പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മുടെ വിജയം നമ്മുടെ വിശ്വാസത്തിലാണ്.